നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പെരുന്നയിൽ NSS ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി ഗണേഷ് കുമാർ കൂടിക്കാഴ്ച നടത്തി. ഒരു അനാവശ്യമായ പ്രശ്നങ്ങളൊന്നും NSS ഇടപെടാറില്ല. സർക്കാരിന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല നായർ സർവീസ് സൊസൈറ്റി. ജനറൽ സെക്രട്ടറിയും അങ്ങനെയാണ് ചെയ്യുന്നത്. ശരിയാ, NSSന് ചില നിലപാടുകളുണ്ട്. ആ നിലപാടിൽ യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന നിലയിലും ഞാൻ NSSനോടൊപ്പം നിൽക്കും. സർക്കാരിന്റെ കാര്യങ്ങൾ വേറെ, അത് രണ്ടാണ്. സർക്കാർ NSSനെ ആശ്രയിച്ചോ NSS സർക്കാരിനെ ആശ്രയിച്ചോ നിൽക്കുന്ന ഒരു സംവിധാനമല്ല. രണ്ടു കൂട്ടരും സ്വതന്ത്രരാണ്, അത് രണ്ടും വ്യത്യസ്തമാണ്. ബോർഡ് മെമ്പർ ആണെങ്കിലും ശരി, യൂണിയൻ പ്രസിഡന്റ് ആയാലും ശരി, മന്ത്രിയായാലും ശരി, അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവര് NSSന്റെ അവരുടെ ആ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അവരെ ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. NSSന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു നിലപാട് വന്നാൽ അന്നേരം അത് ആലോചിക്കേണ്ട കാര്യമാണ്. എബിൻ ജോസ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. എബിൻ, ഈ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് ഗണേഷ് കുമാർ എത്തുന്നു എന്ന തീരുമാനം വന്നതിന് പിന്നാലെ പെരുന്നയിലേക്ക് എത്തുകയാണ്. ജി സുകുമാരൻ നായരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇരു നേതാക്കളുടെയും പ്രതികരണം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എങ്ങനെയായിരുന്നു? റീജിത്ത്, ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച തീരുമാനം വന്നതിന് ശേഷം NSS ആസ്ഥാനത്തേക്ക് എത്തിയതായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ. NSSന്റെ ചുമതല വഹിക്കുന്ന ആളുകൂടിയാണ് കെ.ബി. ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ടെത്തി ജനറൽ സെക്രട്ടറിയെ കാണുകയായിരുന്നു. NSSുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ തീരുമാനം. അതുപോലെ തന്നെ NSSും സർക്കാരുമായിട്ടുള്ള ചില കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ചില കാര്യങ്ങളിലെല്ലാം തന്നെ NSS സർക്കാരിനെ രൂക്ഷമായ ഭാഷയെ വിമർശിക്കുകയും ഇടഞ്ഞു ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ NSSുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന NSSന്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരാൾ തന്നെ മന്ത്രിയായി എത്തിയപ്പോൾ അതിലെല്ലാം ഒരു പരിഹാരമാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇരുവരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് സർക്കാരിന്റെ കാര്യങ്ങളിൽ അനാവശ്യമായി NSSോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ NSSനെതിരെ ഉണ്ടായി കഴിഞ്ഞാൽ, വിമർശനങ്ങൾ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. എബിൻ ജോസ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.